എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ട്രേഡർമാർ പ്രതീക്ഷിച്ച് നടന്നിരിക്കുകയാണ്. പകരച്ചുങ്കത്തിൽ ട്രംപിൻ്റെ പ്രഖ്യാപനം നാളെ വരാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നിഫ്റ്റി 1.5% ഇടിഞ്ഞു, ബാങ്ക് നിഫ്റ്റി 1.5% ഇടിഞ്ഞു, സെൻസെക്സ് ഏകദേശം 2% ഇടിഞ്ഞിരിക്കുന്നത്. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കുണ്ട്. ഒരു ട്രേഡർമാർക്ക് ആവശ്യമായ എല്ലാ വിഷയങ്ങളും ഇതിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി 23,200 താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IT, റിയാലിറ്റി എന്നീ സെക്ടറുകളിലെ സ്റ്റോക്കുകൾ 1% മുതൽ 3% വരെയാണ് ഇടിവ് നേരിട്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തിൽ മാത്രം ഇൻവെസ്റ്റേഴ്സിന് 3.43 ലക്ഷം കോടിയുടെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. BSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൊത്തം വിപണി മൂല്യം 409.44 ലക്ഷം കോടിയായി താഴ്ന്നുപോയി. ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപന പദ്ധതി തന്നെയാണ് ഇടിവിൻ്റെ പ്രധാന കാരണം. നാളെ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര പ്രഖ്യാപനം എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ട്രേഡർമാർ, ഇൻവെസ്റ്റേഴ്സൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളെയും മുന്നിൽ വെച്ചാണ് പ്രഖ്യാപനം എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറുന്നത്. മറ്റ് കാരണങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ഡിമാൻഡിൽ കുറവ് ഉണ്ടാകുമെന്നുള്ള പേടിയിൽ IT സ്റ്റോക്കുകൾ കനത്ത ഇടിവാണ് നേരിട്ടത്. ഇൻഡെക്സ് 1.8% താഴമാണ് ഇന്ന് താഴ്ന്നത്. മാർച്ച് പാദത്തിൽ 15% ഇടിവ് നേരിട്ടതിന് പിന്നാലെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ തകർച്ച എന്നുള്ളത് ശ്രദ്ധേയമാണ്. മറ്റൊരു പ്രധാന കാരണം പണപ്പെരുപ്പ ഭയം ഉയർത്തിക്കൊണ്ട് ആഗോള മാർക്കറ്റിൽ അസംസ്കൃത എണ്ണവില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 5 ആഴ്ചയിലെ ഉയർന്ന നിലവാരത്തിലാണ് ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഉള്ളത്. 74.72 എന്ന നിലവാരത്തിലേക്ക് ബ്രന്റ് ക്രൂഡ് വില ബാരലിന് കയറിയിരിക്കുകയാണ്. അസംസ്കൃത എണ്ണയിലെ വില വർധന രാജ്യത്തെ ധനക്കമ്മി വർദ്ധിപ്പിക്കാനും കോർപ്പറേറ്റ് വരുമാനം കുറയാനും ഇടയാക്കും. മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയാനുള്ളത്, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചകളിലും FIErsൻ്റെ ബയ്യിങ്ങും അതുപോലെ DAersൻ്റെ ബയ്യിങ്ങും ഒക്കെയുള്ള അതിലുള്ള ഒരു ലാഭമെടുപ്പ്, പ്രോഫിറ്റ് ബുക്കിംഗ്. നാളത്തെ താരിഫിനെ പേടിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിരിക്കുന്നത്. ഇത് എല്ലാം കൂടെ കൂട്ടിച്ചേരുമ്പോൾ ഇന്ന് ചൊവ്വാഴ്ച മാർക്കറ്റിൽ നല്ല ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി 353 പോയിൻ്റ് ഇടിഞ്ഞ് 23,165 ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 737 പോയിൻ്റ് മൈനസിൽ 50,827 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് ആണെങ്കിൽ 1,390, 1,400 പോയിൻ്റോളം താഴ്ന്ന് 76,024 എന്നുള്ള ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് 13.78 ഉയർന്നു. നിഫ്റ്റി ആട്ടോ, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി IT, നിഫ്റ്റി മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ്, നിഫ്റ്റി റിയാലിറ്റി എല്ലാം തന്നെ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NSEയിൽ ലിസ്റ്റ് ചെയ്ത 50 സ്റ്റോക്കുകളിൽ ഇൻഡസിൻഡ് ബാങ്കും ട്രെൻഡും മാത്രമാണ് കാര്യമായ ചലനമുണ്ടാക്കിയിരുന്നത്. അതിൽ ഇൻഡസിൻഡ് ബാങ്കിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ഏകദേശം 30% ഇടിഞ്ഞ ഒരു സ്റ്റോക്കാണത്. ബാങ്കിൽ വരുന്ന അവിശ്വസനീയമായ കാര്യങ്ങളാണ് സ്റ്റോക്കിനെ വളരെ താഴത്തേക്ക് കൊണ്ടുപോയത്. ഏതായിരുന്നാലും ഇന്നത് 5% കൂടുതൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രെൻഡും ഏകദേശം 5% ഉയർന്നു. ബജാജ് ആട്ടോ, ജിയോ ഫിനാൻഷ്യൽ, HDFC ലൈഫ്, ഹീറോ മോട്ടോകോപ്പ് തുടങ്ങി 15ഓളം സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് പച്ചകത്തിയത്. അതേസമയം HCL ടെക്നോളജി, ബജാജ് ഫിൻസർവ്, HDFC ബാങ്ക്, ഭാരത് ഇലക്ട്രോൺ തുടങ്ങിയവ 3 മുതൽ 4% വരെ ഇടിവ് രേഖപ്പെടുത്തി. മറ്റ് സൺഫാർമ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ടെക് മഹീന്ദ്ര, ലാസറൻ ടോബോ എന്നിവ 2% മുതൽ 3%-ഓളവും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ട്രേഡർമാരെ, മാർക്കറ്റ് താഴെ പോയാലും മുകളിലേക്ക് പോയാലും ഇൻട്രാഡേ ട്രേഡിങ്ങിലൂടെ അത്യാവശ്യം നിങ്ങൾ സമ്പാദിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ ആഗോള സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഷോർട്ട് ടേം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഒരു അനുകൂല സാഹചര്യമല്ല എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയവും സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു ഈ കൊറോണയ്ക്ക് മുമ്പൊക്കെ. കൊറോണ വന്നതിന് ശേഷവും അടിപൊളി ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കൊറോണ സമയത്ത് തകർന്ന് തരിപ്പണമായ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇപ്പോൾ ഉയർന്ന നിലയിലെത്തി കോടികൾ ആ വഴി ലോങ് ഇൻവെസ്റ്റ്മെൻറ്റിൽ സമ്പാദിച്ചവരുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ
ഡിഫിക്കൽട്ടായ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം ഇൻട്രാഡേയിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ സ്റ്റോക്കുകൾ ഇപ്പോൾ നാളെ കൂടെ നമുക്ക് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നാളെ വരാനിരിക്കുന്ന താരിഫ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് മുന്നോടിയായി മുൻപ് തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒരു ഇടിവ് നമുക്ക് രേഖപ്പെടുത്താം. ഏകദേശം ഇന്നത്തോളം അത്രയില്ലെങ്കിലും ഏകദേശം അതിനോടൊപ്പം തന്നെ വന്നേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ ഇപ്പോൾ 23,165 അങ്ങനെ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് സപ്പോർട്ടായിട്ട് 22,900 എന്ന് വെച്ചോളൂ. അതിനും ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരും. 22,900 ആ ലെവലിലേക്ക് വരാം. അപ്പോഴും 200-250 പോയിൻ്റ് ഡൗണായി. നമുക്ക് ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിലും അപ്പ് സൈഡിലേക്ക് പോകുകയാണെങ്കിലും തിരഞ്ഞു പിടിച്ച സ്റ്റോക്കുകൾ എടുത്തുകൊണ്ട് ഇൻട്രാഡേയിലാവുമ്പോൾ നല്ല ലിവറേജും കിട്ടും. അത്യാവശ്യം പ്രോഫിറ്റോട് കൂടി തന്നെ നമുക്ക് ഇറങ്ങാൻ കഴിയും. നമുക്കിനി ചാർട്ടിലേക്ക് വരാം. നമ്മൾ ഇന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ പ്രത്യേകം നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം സപ്പോർട്ട് ലെവൽ രണ്ടും തന്നെ ബ്രേക്ക് ചെയ്ത് വളരെയധികം ഡൗൺ സൈഡിലേക്ക് ഇന്ന് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും എല്ലാം തന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. എല്ലാം തന്നെ സപ്പോർട്ട് ലെവലുകൾ ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നാളെ സെൻസെക്സിലെ ആദ്യം സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 75,900 സെൻസെക്സിൽ വരും. 75,900 ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. സെക്കൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് 75,670. നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക 76,370 76,370 ഫസ്റ്റ് റെസിസ്റ്റൻസും. സെക്കൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 76,620. ഓക്കെ, തേർഡ് റെസിസ്റ്റൻസ് കുറച്ച് മുകളിലാണ്, 77,000 ആ റേഞ്ചിലായിരിക്കും. അപ്പോൾ സെൻസെക്സിൽ നമുക്ക് നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 50,730 റേഞ്ച് പരിശോധിക്കാവുന്നതാണ്. സെക്കൻഡ് സപ്പോർട്ട് 50,260 ആ ഒരു റേഞ്ചിൽ തന്നെയുള്ളൂ. അതിനു മുമ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത് 50,490. ഓക്കെ, അപ്പോൾ 50,730 ഫസ്റ്റ് സപ്പോർട്ട്. സെക്കൻഡ് 50,490. തേർഡ് 50,260. ഓക്കെ, ഈ ഒരു ലെവലുകളിൽ ബാങ്ക് നിഫ്റ്റി നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 50,980. സെക്കൻഡ് റെസിസ്റ്റൻസ് 50,120. ഈ ഒരു റേഞ്ചിൽ ബാങ്ക് നിഫ്റ്റി നാളെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ സപ്പോർട്ട് എടുത്ത ആ ഒരു മേഖല തന്നെ 23,136. പക്ഷേ 23,100 നമുക്ക് അല്പം താത്തി വയ്ക്കാവുന്നതാണ്. ഫസ്റ്റ് സപ്പോർട്ട് 23,100. സെക്കൻഡ് സപ്പോർട്ട് വന്നിട്ട് 22,950. ഓക്കെ, 22,970 നിഫ്റ്റിയിൽ. അതേപോലെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു സോണിൽ വയ്ക്കാവുന്നതാണ് 23,280. ഓക്കെ, സെക്കൻഡ് റെസിസ്റ്റൻസ് 23,400. അപ്പോൾ ഇങ്ങനെ നിഫ്റ്റിയിലും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. നാളെ ഈ ലെവലുകൾ ബ്രേക്കൗട്ട് നടത്തുന്നുണ്ടോ ഇല്ല, ടച്ച് ചെയ്ത് റിവേഴ്സൽ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.